Hi dears, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി വരുന്ന തുണികൾ, അതായത് നമ്മൾ ടൈലറിംഗ് ഷോപ്പിലൊക്കെ നമുക്ക് കുറേ ഈ കട്ട് പീസ് ആയിട്ടുള്ള തുണികളൊക്കെ ഉണ്ടാവും. അത് സാധാരണ അവർ കളയാറാണ് പതിവ്. നമുക്കതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാഗുകൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം തുണികൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 3-4 ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പേഴ്സ്, ചെറിയ ചെറിയ പൗച്ചുകൾ, ചെറിയ ചെറിയ ബാഗുകളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന പെൻസിലും പേനൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പൗച്ച്, അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പൗച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള തുണി ഇതാണ്. ഇത് പക്ഷേ ഒരു സിൽക്കി ആയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ വിചാരിച്ച പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ബാഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വേണം, സിബ് വേണം, പിന്നെ വേണ്ടത് ക്യാൻവാസാണ്. ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഗ്ലൂ പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ അയൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ സിൽക്കി ആയിട്ടുള്ള ക്ലോത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ ക്യാൻവാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ 27x21 സെൻറ്റിമീറ്ററിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൽ നമ്മൾ ക്യാൻവാസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് നമുക്കിവിടെ ഒരു ചെറിയ ചെറിയ പീസസ് 4 സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എത്രയാണെന്നുള്ളത് പറയാം. മെഷർമെൻറ്റ് അടയാളപ്പെടുത്തേണ്ടത് ഒരു 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 2.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് തുണി ഒന്ന് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് 2 തുണിയിൽ, ലൈനിങ് തുണിയിലും മെയിൻ തുണിയിലും നമ്മൾ 2ആക്കി മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിബ് എടുത്തിട്ട് സിബും ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് ഒരു ജസ്റ്റ് ഒന്നൊരു അതിൻ്റെ നടുഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് കറക്റ്റ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതിന് മുകളിൽ സിബ് ഇതുപോലെ മറിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്തും വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നീളത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ നിവർത്തിയിട്ട് ഇതിനെ മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ, നമ്മളിതാ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് നീറ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി നമുക്ക് സിബിൻ്റെ ബാക്കി മറ്റേ സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ തുണി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങും മടക്കി കൊടുക്കുക. നമ്മളവിടെ സെൻറ്ററിലൊരു അടയാളം ഇട്ടിട്ടുണ്ട്. ആ അടയാളം കറക്റ്റ് നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ലൈനിങ് കൂടിയിട്ട് വെച്ചിട്ട് നമുക്ക് അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് വിട്ട് കൊടുക്കണം. ബാക്കി 2 സൈഡിലും അടിച്ചു കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുമ്പോൾ 2 സൈഡ് അടിച്ചിട്ട് സെൻറ്ററിൽ നമ്മൾ വിട്ട് കൊടുക്കണം. അത് നമുക്കിങ്ങനെ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, ഇതുപോലെ സെൻറ്റർ പോർഷൻ നമ്മൾ വിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മളിത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം കൂടിയിട്ട് ഇങ്ങനെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗം നമ്മൾ വിട്ട് കൊടുക്കണം. ബാക്കി 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് മടക്കി 2 സൈഡും മടക്കി വെച്ച് കൊടുക്കുക.
ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ കോർണർ ഭാഗം ഇതുപോലെ കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് അതുപോലെ തന്നെ സെയിം തന്നെ അതിൻ്റെ ലൈനിങ്ങും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ കോർണർ ഭാഗം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം, അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 ഭാഗവും നമ്മൾ അതിൻ്റെ കോർണറുകൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പിലൂടെ നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ സെൻറ്ററിൽ ഒരു പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അത് നീറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു സിൽക്കായിട്ടുള്ള ക്ലോത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത്രയും നല്ലൊരു പൗച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാൻ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജ് ഉണ്ട്, ക്രാഫ്റ്റ് വണ്ടേഴ്സ് ലിജി എന്ന് തന്നെയാണ് പേജ്. അപ്പോൾ നിങ്ങൾ അതിൽ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ, ഞാനതൊക്കെ സ്റ്റോറിയിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ 2-3 ടൈപ്പ് വേറെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കാർഡ് ഹോൾഡർ, അതുപോലെ തന്നെ നമ്മളെ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ബാഗ്, ഇതൊക്കെ ഞാൻ ഈ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോസിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.